الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. കഴിഞ്ഞ ആഴ്ച വിശുദ്ധ ഹജ്ജ് കർമ്മത്തെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ആളുകൾ ഹജ്ജിന് ഉള്ള ഒരുക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഹജ്ജിൻ്റെ ചരിത്രവും ഹജ്ജിൻ്റെ സന്ദേശവും നാം വിശദീകരിക്കുകയുണ്ടായി. അത് സംബന്ധമായി കുറേ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഇന്ന് വളരെ പെട്ടെന്ന് ബോധ്യപ്പെടുത്തേണ്ട ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ആ വിഷയങ്ങൾ പിന്നീടുള്ള ആഴ്ചയിലേക്ക് മാറ്റിവെക്കുകയാണ്. ലോകം ഇന്ന് വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ, ഗൾഫ് പ്രദേശങ്ങൾ, മധ്യപൗരസ്ത്യ ദേശം ആകെ സംഘർഷത്തിലാണ്, ഭയപ്പാടിലാണ്, പ്രതിസന്ധിയിലാണ്. യുദ്ധമുണ്ടാവുകയും അതിൻ്റെ നാശനഷ്ടങ്ങൾ ലോകം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയുമാണ്. അതിൽ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. വൻകിട രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം, വൻകിട രാഷ്ട്രങ്ങൾ ദുർബല രാഷ്ട്രങ്ങളെ നശിപ്പിക്കുന്ന യുദ്ധം, മുസ്ലിം പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും അതിശക്തമായ അക്രമങ്ങൾ, നശീകരണ പ്രവർത്തനങ്ങൾ, ഇതിൽ നമുക്കെന്താ ചെയ്യാൻ കഴിയുക? നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഖുത്ബയിൽ അത് പറയുന്നത്. ലോകത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ ഖുത്ബയിൽ പറയേണ്ടതില്ല. പറയുന്ന ആളെക്കാളും നിങ്ങൾക്കാണ്, വാർത്താ മാധ്യമങ്ങൾ ബന്ധപ്പെടുന്ന, പത്രം വായിക്കുന്ന നിങ്ങൾക്കാണ് എന്താണ് ലോകത്ത് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാവുക. അതുകൊണ്ട് ആ വിവരം നൽകുകയല്ല. ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കേറെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നാം ദുആ ചെയ്യുകയെങ്കിലും വേണം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, യുദ്ധങ്ങൾ എവിടെയുണ്ടായാലും മരിച്ചു വീഴുന്നത് മനുഷ്യരാണ്, ഏത് രാജ്യത്തായാലും. ആ മനുഷ്യരിൽ പട്ടാളക്കാർ മാത്രമല്ല മരിക്കുന്നത്, സിവിലിയന്മാർ, കുഞ്ഞുങ്ങൾ,
വൃദ്ധന്മാർ, ആശുപത്രിയിലെ രോഗികൾ, സ്ത്രീകൾ, യാത്രക്കാർ, തൊഴിലാളികൾ എല്ലാവരും മരിക്കും. ബിസിനസ് സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളും ആളുകളുടെ വീടുകളും ഒക്കെ നശിക്കും. ആ നാശത്തിൻ്റെ വലിപ്പം നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയുന്നതിലേറെ ആയിരിക്കും. ഏത് രാജ്യവും ഏത് യുദ്ധം എവിടെ ഉണ്ടായാലും അങ്ങനെയാണ്. നാം യുദ്ധത്തിനെതിരാണ്. അത് ഇപ്പോൾ നടക്കുന്ന യുദ്ധം ലോക മുസ്ലിം കേന്ദ്രത്തിലാണ് നടക്കുന്നത്. അറേബ്യൻ പെനിൻസുല, ഉപദ്വീപ്, അതിൻ്റെ അടുത്ത പ്രദേശങ്ങൾ, അവിടേക്കാണ് അക്രമവുമായി ലോകത്തിലെ ഏറ്റവും വലിയ അക്രമികൾ വന്നിട്ടുള്ളത്. ഇറാനിലെ പരമോന്നത നേതാവിനെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അദ്ദേഹത്തിൻ്റെ മക്കളെയും അവിടെയുള്ള വേറെ ആളുകളെയും നിഷ്കരണം വധിച്ചു. അത് ആ പ്രദേശം എങ്ങനെയാകണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു പരമാധികാര രാജ്യമാണ് ഇറാൻ. അവിടേക്കാണ് വളരെ ദൂരപ്രദേശത്ത് നിന്ന് അമേരിക്ക ആക്രമിക്കാൻ വരുന്നത്, ഇസ്രായേൽ ആക്രമിക്കാൻ വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവരുടെ ദുരിതം മാറിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുകയാണ്. റഹ്മാനായ അല്ലാഹുവേ, ഈ യുദ്ധം മൂലം കെടുതി അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അതിൽ നിന്ന് രക്ഷ നൽകി അനുഗ്രഹിക്കണമേ. ആ ദുരിതത്തിൽ നിന്ന് ഈ സമൂഹത്തെ എത്രയും വേഗം രക്ഷപ്പെടുത്തണമേ. നമുക്ക് പ്രത്യേകമായ ചില കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഇന്ത്യയിലുള്ള ആളുകൾ എന്ന നിലക്ക് ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് 2 കോടി ആളുകൾ വിദേശ രാജ്യങ്ങളിൽ കഴിയുന്നവരുണ്ട്. തൊഴിലെടുക്കുന്നവരും ബിസിനസ് നടത്തുന്നവരും മറ്റുമായിട്ട്. ഇതിൽ 1 കോടിയോളം ആളുകൾ ഗൾഫ് മേഖലയിലാണെന്ന് പറഞ്ഞാൽ വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ പകുതിയോളമുള്ളത് ഈ മേഖലയിലാണ്. ഈ മേഖലയിലുള്ള ആളുകളിൽ ഇന്ത്യക്കാരിൽ 60-70% മലയാളികളാണെന്ന്. ഇവരയക്കുന്ന മില്യൺ കണക്കിന് ഡോളറാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പട്ടിണി മാറ്റിയത് എന്ന് നമുക്കറിയാം. ഒരു 40-50 കൊല്ലങ്ങൾക്ക് ഇങ്ങോട്ടുണ്ടായ നമ്മുടെ വളർച്ച, അത് സാമ്പത്തിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത്, മറ്റെല്ലാ രംഗത്തും നമുക്ക് കേരളത്തിലും മൊത്തത്തിൽ ഇന്ത്യയിലും ഉണ്ടായ വളർച്ച അതിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഏത് പ്രത്യാഘാതങ്ങളും നമ്മെ ബാധിക്കും. അതിപ്പോൾ ബാധിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ ചിലർ പറയുന്നു ഇവിടേക്ക് റമദാൻ്റെ മുമ്പ് വന്ന ആളുകളോട് ഇപ്പം പെട്ടെന്ന് മടങ്ങി വരണ്ട, അവിടെ തൊഴിലാളികളെ കുറയ്ക്കുകയാണ്. അവിടെ ഉള്ള ആളുകളോട് പറയുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ ആളുകൾക്ക് സ്വയം ഒഴിഞ്ഞു പോകാം, തൊഴിലാളികളെ കുറയ്ക്കുകയാണ്. പലർക്കും ശമ്പളം കുറച്ചിരിക്കുകയാണ്. യുദ്ധം ഇപ്പോൾ അവസാനിച്ചാൽ പോലും ഇതുവരെ നടന്ന യുദ്ധത്തിൻ്റെ കെടുതികൾ വർഷങ്ങളോളം ഉണ്ടാവുന്ന പറയുന്നത്. അത് പെട്ടെന്ന് കണക്കൂട്ടിയെടുക്കാൻ കഴിയുന്നതല്ല. ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ നിലനിൽക്കുന്നത് അവരുടെ എല്ലാം അത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പെട്രോളിയം ഗ്യാസും അവലംബിച്ചുകൊണ്ടാണ്. ചില രാജ്യങ്ങൾ, ഇപ്പോൾ ഫിലിപ്പൈൻസ് പോലുള്ള രാജ്യങ്ങളിൽ അവരുടെ 90% പെട്രോളിയം വസ്തുക്കൾ വിദേശത്തുനിന്ന് വരണമെന്നാണ്. നമുക്കും അങ്ങനെ തന്നെയാണ്. ഒരു വലിയ ശതമാനം നമ്മുടെ ഓയിലും ഗ്യാസും ഒക്കെ പുറമേ നിന്ന് വരുന്നതാണ്. അതധികവും ഈ ഗൾഫ് മേഖലയിൽ നിന്ന് ഹോർമൂസ് കടലിലൂടെ കടന്നു വരേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വലിയ നിലക്കുള്ള സാമ്പത്തിക പ്രതിസന്ധി നമ്മെ ബാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു നമ്മൾ ദുആ ചെയ്യണം. ഏതൊരു ദുആയും അല്ലാഹു തആല സ്വീകരിക്കുന്നതും പൂർത്തിയാക്കുന്നതും അതോടനുബന്ധിച്ച പ്രവർത്തനവും കൂടി ഉണ്ടാകുമ്പോഴാണ്. ഇപ്പോൾ വിവാഹം ചെയ്യാതെ അല്ലാഹുവേ നല്ല സന്താനത്തെ തരണേ എന്ന് ദുആ ചെയ്തിട്ട് മക്കളുണ്ടാവില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ, തരണം ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ത്? അത് നമ്മൾ ചെയ്യണം. ഇപ്പോൾ സാമ്പത്തികമായി പ്രതിസന്ധി വരുന്നത് തരണം ചെയ്യണമെങ്കിൽ സാമ്പത്തിക അച്ചടക്കം ഉണ്ടാകണം നമുക്ക്. സാമ്പത്തിക അച്ചടക്കം എന്ന് പറഞ്ഞാൽ യാതൊന്നും നോക്കാതെ ചെലവഴിക്കുന്ന ഒരു ജീവിത രീതി ഇപ്പോൾ നമുക്കുണ്ട്. ഇപ്പോൾ ഒരു സാധനം വാങ്ങുമ്പോൾ അതിനെത്ര വില എന്ന് നമ്മളിപ്പോൾ ചോദിക്കാറില്ല.
അതുപോലെ തന്നെ എത്ര കിലോ സാധനം വേണം എന്ന് നമ്മൾ വീട്ടിൽ അന്വേഷിക്കാറില്ല. എന്തെല്ലാം വസ്തുക്കൾ വേണം എന്ന് നോക്കാറില്ല. ഒരു മാർക്കറ്റിലേക്ക് നമ്മൾ പോയാൽ അവിടെയുള്ള എല്ലാ സാധനവും നമുക്ക് വേണ്ടതായിരിക്കും, അങ്ങനെ എടുത്തു കൊണ്ടുവരും. ഒരു വസ്തുവിന് വില കൂടിയാൽ അതിന് തുല്യമായി മറ്റൊന്ന് ഉപയോഗിക്കാൻ ഉണ്ടാവും. അങ്ങനെ ഒരു സാധനം ഏത് എന്ന് അന്വേഷിക്കാറില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ചെലവ് കുറക്കുക എന്നതാണ്. ചെലവ് കുറക്കാൻ കഴിയുമോ? കഴിയും എന്നത് ഉറപ്പാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ. അപ്പം നിങ്ങൾ നോക്കൂ, നമ്മുടെ വീട്ടിലൊക്കെ ഇലക്ട്രിസിറ്റി ഉപയോഗം, ചില വീടുകളിൽ ചില ഓഫീസുകളിൽ രാവും പകലും ലൈറ്റ് ഇട്ടിട്ടുണ്ടാകും, ഫാൻ കറങ്ങുന്നുണ്ടാവും, AC വർക്ക് ചെയ്യുന്നുണ്ടാവും. അത് നമ്മൾ റൂമിലില്ലാത്തപ്പോൾ ഓഫാക്കണം എന്ന ഒരു വിദ്യാഭ്യാസം നമുക്കുണ്ടാവേണ്ടേ? ഒരുപക്ഷെ മുതിർന്ന ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടാവും. പുറത്തേക്ക് പോകുമ്പോൾ ഓഫാക്കും, അകത്തേക്ക് വരുമ്പോൾ വീണ്ടും ഓണാക്കും. മക്കൾ അങ്ങനെ ആയിട്ടുണ്ടാവില്ല. കാരണം ഓല് ദാരിദ്ര്യം കാണാതെ വളർന്നവരാണ്. പ്രയാസം അവർക്കറിയില്ല, പണം എങ്ങനെ വാപ്പ ഉണ്ടാക്കുന്നതെന്ന് അവർക്കറിയില്ല. അപ്പോൾ നമ്മൾ അതാണ് ആദ്യം ശീലിക്കേണ്ടത്. എല്ലാത്തിലും ചെലവ് കുറക്കാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മളൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ മിനിമം ഒരു 100 രൂപ ഒരു നേരത്തെ ഭക്ഷണത്തിനാകുമെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ വെയിറ്റ് ചെയ്താൽ നമ്മൾ വീട്ടിലെത്തുമെങ്കിൽ വീട്ടിലെത്തിയിട്ട് ഭക്ഷണം കഴിച്ചാൽ മതിയല്ലോ. ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ട്, നമ്മളെ വീട്ടിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് നമ്മൾ അവിടെ എത്താൻ 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിയും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഈ പണം വെറുതെ പോകും, അവിടെ ഉണ്ടാക്കിയ ഭക്ഷണവും വെറുതെ പോകും. മുമ്പ് അങ്ങനെ ചെയ്യില്ലായിരുന്നു. ഇപ്പം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത്, ഞാനൊക്കെ എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ ദാരിദ്ര്യത്തിൻ്റെ അവസാന കാലം കണ്ടവരാണ്. അന്ന് 2 ജോഡി വസ്ത്രമൊക്കെ ഒരു സ്കൂൾ പോണ കുട്ടിക്ക് പോലും ഉണ്ടാവുള്ളൂ. ഒരു ചെരുപ്പ് വാങ്ങിയാൽ അത് തേഞ്ഞ് തീർന്നാൽ അപ്പോഴാണ് ചിലപ്പോൾ അതിന് ചോട്ടിൽ വേറൊരു കഷ്ണം പെറ്റ് ഒട്ടിച്ചു കൊടുക്കും, വാറ് പൊട്ടിയാൽ പുതിയ വാറ് വാങ്ങിക്കൊടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. വീട്ടിൽ ഉമ്മമാര് കോഴിയെ പോറ്റി കോഴിമുട്ട ഉണ്ടാകും, അത് വിൽക്കുക ചെയ്യുക. എന്തിനാണെന്നറിയോ? മക്കൾക്ക് രാവിലെ കപ്പയും ചായയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പശുവിനെ ആടിനെയും പോറ്റുന്നൊക്കെ വീടുകളുണ്ട്, അവർ പാല് വിൽക്കുക ചെയ്യുക. എന്തിനാ? അരി വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതുപോലെ തന്നെ നടന്നാണ് പോവുക. 5-8 കിലോമീറ്ററൊക്കെ ഡെയിലി ആൾക്കാർ ജോലിക്ക് വേണ്ടിയും പഠിക്കാൻ വേണ്ടിയും നടന്നു പോയിരുന്നു. അപ്പം ഈ ദാരിദ്ര്യം, ഞാൻ പറയാം, ഒരു 50-60 വയസ്സ് ആയ ആളുകളൊക്കെ ഇതിൻ്റെ അവസാന കാലം കണ്ടവരാണ്. അപ്പോൾ നമ്മൾ ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം, വെറുതെ ചുരുങ്ങൂല. ഒരു ഹദീസിലുണ്ട്, താമുൽ ഇസ്നൈനി കാഫിൻ ലി സലാസ്. 3 ആളെ ഭക്ഷണം മതി 4 ആൾക്ക് എന്ന്. അല്ല, 2 ആളുടെ ഭക്ഷണം മതി 3 ആൾക്ക് എന്ന്. വേറൊരു ഹദീസിൽ 3 ആളെ ഭക്ഷണം മതി 4 ആൾക്ക്, അങ്ങനെയുമുണ്ട്. ഇത് വലിയൊരു ധനശാസ്ത്രമാണ്, ഒരു സാമ്പത്തിക ശാസ്ത്രമാണത്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വീട്ടിൽ 4 ആളുണ്ടെങ്കിൽ 5 ആൾക്ക് ഭക്ഷണം ഉണ്ടാക്കും. അതിൻ്റെ ആവശ്യമില്ല. 4 ആളുടെ 3 ആളെ ഭക്ഷണം ഉണ്ടാക്കിയാൽ അത് കംപ്ലീറ്റ്, അത് മതിയാകും. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്ന് മാത്രം. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു ബർക്കത്തുണ്ട് എന്ന് വേറെ ഹദീസുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തർ വേറെ ഭക്ഷണം കഴിക്കുമ്പോൾ തികയാതെ വരും. എല്ലാവരും കൂടി ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അത് മതിയാകും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഐറ്റം. ദാരിദ്ര്യം വരുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മളെ പണം നമുക്ക് ധാരാളം ആവശ്യമുണ്ട്. ഇപ്പം നമ്മൾ ഒരു ഭക്ഷണം കഴിക്കാൻ അതിൻ്റെ പോഷക മൂല്യങ്ങൾ ഒക്കെ അത് വേണം. അതായത് അതിൻ്റെ ന്യൂട്രീഷ്യസ് വാല്യൂ നോക്കണം. അതിൽ വിറ്റാമിൻസും മിനറൽസും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാവണം. പക്ഷെ നമ്മൾ അത് നോക്കിയിട്ടല്ല, രുചിക്ക് വേണ്ടിയിട്ടാണ് പല ഐറ്റങ്ങളും. ഒന്നിലധികം മാംസങ്ങൾ, ഒന്നിലധികം മത്സ്യങ്ങൾ, അത് തന്നെയും ആരോഗ്യത്തിന് ഹാനികരമാകുന്ന പലതും നമ്മൾ കഴിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ചെറുതാക്കിയാൽ ഒരു പക്ഷേ നമ്മളൊക്കെ വീട്ടിൽ പകുതി പൈസ മതിയാവും ഭക്ഷണത്തിന്. മറ്റൊരു കാര്യം, നമുക്ക് വലിയൊരു ചെലവ് വരുന്നത് യാത്രക്കാണെന്ന്. വാഹനത്തിന്, ബൈക്ക് ഓടിക്കണം, കാറ് വേണം, മറ്റു കാര്യങ്ങളൊക്കെ. അതൊക്കെ ഒരാളുടെ ജീവിതവും ജോലിയും ഒക്കെ അനുസരിച്ച് അത്യാവശ്യവുമാണ് ഇന്ന്. പക്ഷെ അതിനും നിയന്ത്രണം കൊണ്ടുവരാമല്ലോ. ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഇന്നും നാളെയും പോകുന്നത് ഒരു യാത്രയിൽ 2 കൂടി ഒപ്പിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അത് മതിയല്ലോ. അതുപോലെ തന്നെ ഒരു 100-300 മീറ്ററൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ബൈക്ക് എടുത്ത് പോണ്ട, നടന്നാൽ മതി. അങ്ങനെ നടക്കുന്ന ആൾ പിന്നെ നടക്കാൻ വേണ്ടി നടക്കാൻ പോണ്ട. അങ്ങനെയാണല്ലോ. എല്ലാം നമ്മൾ വാഹനത്തിൽ പോയിട്ട് ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ട് പിന്നെ നടക്കാൻ പോകുന്നൊരു നടത്തം ഉണ്ട്, അതിൻ്റെ ആവശ്യവും ഉണ്ടാവില്ല. അതുപോലെ ഒരു ബൈക്കിൽ പോകാവുന്ന ദൂരത്ത് നമ്മൾ കാർ ഓടിച്ചു പോണ്ട, അത് ചെലവ് കൂടുമല്ലോ. അപ്പം കഴിയുന്നതും നമ്മുടെ ജോലിയും നമ്മുടെ അത്യാവശ്യവും ഒക്കെ നടന്നു പോകുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ചെലവഴിക്കാതിരിക്കുക എന്നതും
നമ്മൾ പഠിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക അച്ചടക്കം വേണം. ഖുർആനിൽ അല്ലാഹു തആല നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, വലാ തുബദ്ദിർ തബ്ദീറ, നിങ്ങൾ തബ്ദീർ നടത്തരുത്. തബ്ദീർ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പണം ചെലവഴിക്കലാണ്, ദുർവ്യയം. അങ്ങനെ ദുർവ്യയം ചെയ്യുന്ന ആളുകൾ ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, ദുർവ്യയം ചെയ്യുന്ന ആളുകൾ പിശാചിന്റെ സഹോദരങ്ങളാണ്. വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറ, ശൈത്താൻ പിശാച് തൻ്റെ റബ്ബിനോട് നന്ദി കാണിച്ചവനുമാകുന്നു. ഇത് സൂറത്തുൽ ഇസ്രായിലെ 26-27 ആയത്തുകളാണ്. എന്ന് പറഞ്ഞാൽ ദുർവ്യയം ചെയ്യുക, ആവശ്യമില്ലാതെ പണം ചെലവഴിക്കുക. ഇപ്പം അത് ആർക്കും പറയാൻ കഴിയാത്ത വിധം, ഇപ്പം നമുക്കൊക്കെ പറയാൻ കഴിയില്ല, നിങ്ങളും അങ്ങനല്ലേ എന്ന് പറയുന്നവരിപ്പം മെച്ചമുണ്ടോ എന്ന് ചോദിക്കാവുന്ന വിധം എല്ലാവരും ആയിപ്പോയൊരു സംഗതിയാണ്. വേറൊരു വാക്ക് ഇസ്രാഫാണ്, തബ്ദീർ, ഇസ്രാഫ്. ഇസ്രാഫിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് നല്ല മനുഷ്യന്മാർ, ഇബാദുർ റഹ്മാൻ, അവരാരാന്നറിയോ? വല്ലദീന ഇദാ അൻഫഖു, അവര് പണം ചെലവഴിച്ചാൽ, അവരെന്തെങ്കിലും ചെലവഴിച്ചാൽ, ലം യുസ്രിഫു, അവർ ഇസ്രാഫ് കാണിക്കൂല, അമിതമായി ചെലവഴിക്കൂല. വലം യഖ്തുറു, പിശുക്ക് കാണിക്കുകയുമില്ല. വകാന ബൈന ദാലിക ഖവാമ, അത് രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു മധ്യാവസ്ഥയിലാണ് അവരുണ്ടാകുക. അപ്പം പണം ചെലവഴിക്കുമ്പോൾ, വസ്തുക്കൾ ചെലവഴിക്കുമ്പോൾ അത് അവരാവശ്യത്തിലേറെ ചെലവഴിക്കൂല, അതുപോലെ തന്നെ അവർ പിശുക്ക് കാണിക്കുകയുമില്ല. ഇത് ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ അടിമകളുടെ ഗുണമായി പറഞ്ഞു. ഈ തബ്ദീറും ഇസ്രാഫും തമ്മിൽ അത് രണ്ടും പാടില്ലാത്തതാണ്, രണ്ടും ഹറാമാണ്. അത് രണ്ടും തമ്മിൽ വ്യത്യാസം തഫ്സീറുകളിൽ പറയുന്നത്, അൽ ഇസ്രാഫു സർഫു ഷൈഇ ഫീമാ യംബഗി സായിദൻ അലാ മാ യംബഗി, അതായത് ആവശ്യമുള്ള കാര്യത്തിൽ ആ ആവശ്യത്തെക്കാൾ ഏറെ ചെലവഴിക്കാം, അതാണ് ഇസ്രാഫ്. ഇപ്പോൾ നമുക്ക് ഒരു 3 നേരം ഭക്ഷണം കഴിക്കണം, അത് ആവശ്യമാണല്ലോ, അല്ലെ 2 നേരം എന്തായാലും കഴിക്കുമല്ലോ, ആ കഴിക്കുന്നതിൽ കൂടുതൽ ചെലവഴിക്കാം ആവശ്യമല്ലാത്തത്. മറ്റത് തബ്ദീർ എന്ന് പറയുന്നത് സർഫു ഷൈഇ ഫീമാ ലാ യംബഗി, ആവശ്യമില്ലാത്തതിൽ ചെലവഴിക്കുക. ചില കാര്യം നമ്മളൊന്നും ചെയ്യേണ്ടതുണ്ടാവില്ല, എന്നാലും അതിന് പൈസ കൊടുക്കുക, അല്ലെ അത് ചെലവഴിക്കുക. ഇത് രണ്ടും അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളാണ്. നമ്മൾ ചെലവഴിക്കുന്ന കാര്യങ്ങളെ നമുക്ക് 3ആയി കാണാം, 3 എണ്ണമായിട്ട്. അതിലൊന്ന് അത്യാവശ്യമാണ്, അത്യാവശ്യം, അത് വേണ്ടേ? നമ്മൾ ജീവൻ കിടക്കാൻ നമ്മൾ ഭക്ഷണം കഴിക്കണ്ടേ? നമ്മുടെ നാണം മറക്കാൻ നമ്മൾ വസ്ത്രം ധരിക്കണ്ടേ? അതാണ് അത്യാവശ്യം എന്ന് പറയുന്നത്. രോഗം വന്നാൽ ചികിത്സിക്കണ്ടേ? അതൊക്കെ അത്യാവശ്യങ്ങളാണ്. അടുത്തത് ആവശ്യങ്ങളാണ്. അത്യാവശ്യമല്ല, കുറച്ചുകൂടെയൊക്കെ നമ്മൾ ചെലവഴിക്കും, അതും വിരോധമൊന്നുമില്ല. അത് സമയമനുസരിച്ച്, സന്ദർഭമനുസരിച്ച്, കയ്യിലുള്ള കാശനുസരിച്ചൊക്കെ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കാം. 3-മത്തത് അനാവശ്യമാണ്. അപ്പം അത്യാവശ്യമുണ്ട്, ആവശ്യമുണ്ട്, അനാവശ്യമുണ്ട്. ഈ അനാവശ്യമാണ് ഈ തബ്ദീറും ഈ ഇസ്രാഫും എന്ന് പറയുന്ന അല്ലാഹു തആല വിലക്കിയ, നിഷേധിച്ച ശൈത്താന്മാരാണ്, ശൈത്താന്റെ സഹോദരന്മാരാണ് ഇങ്ങനെ ദുർവ്യയം ചെയ്യുന്നവർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹു തആല നമ്മുടെ ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞ് വളരെ മിതമായ, സന്തുലിതമായ, മനോഹരമായ, മനുഷ്യന് എല്ലാ സന്തോഷവും നൽകുന്നതാണ്. അള്ളാഹ് പറഞ്ഞു നോക്കൂ, അല്ലാഹു തആല പറയുന്നത് വകുലൂ വശ്റബു, നിങ്ങൾ ഭക്ഷണം കഴിക്കുക, നിങ്ങൾ പാനീയം കുടിക്കുക, വലാ തുസ്രിഫു, നിങ്ങൾ അമിതമാക്കരുത് എന്ന്. അപ്പോൾ ഭക്ഷണം കഴിക്കാം, നമുക്ക് വെള്ളം കുടിക്കാം, അല്ലാഹു തആല നൽകിയ ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ അമിതമാവരുത്. ഈ അമിത ഭക്ഷണം കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നോക്കൂ, എത്രയെത്ര ജിംനേഷ്യങ്ങൾ പുതിയത് വന്നു നമ്മുടെ സിറ്റിയിലൊക്കെ. ഇപ്പം നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ട ആൾക്കാരെ ജിമ്മിന് പോയിരുന്നു, അവരാരെ നടക്കാൻ പോയിരുന്നു, ഒന്നുമില്ലല്ലോ. അവരുടെ ഭക്ഷണം മിതമായിരുന്നു, കഴിച്ചിരുന്ന ഭക്ഷണം നല്ലതുമായിരുന്നു. അപ്പോൾ നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കാത്ത നിലക്ക് ഭക്ഷണം കഴിച്ചു, അതിൻ്റെ ദുനിയാവിൽ തന്നെയുള്ള പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുകയും ചെയ്തു. എല്ലാറ്റിലും ഒരു മിതത്വം, ഇഅ്തിദാല്, തവാസുന് എന്ന് പറയും. ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ എല്ലാം ഒരു മിതമായിരിക്കണം. ആ മിതമായിട്ടുള്ള രൂപത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണം. ഒരു ഹദീസുണ്ട്, ഭക്ഷണം മാത്രമല്ല, നമ്മളെ വീട്ടിലെ ഉപകരണങ്ങൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു,
ഫിറാശുൻ ലിർറജുലി വഫിറാശുൻ ലിംറഅതിഹി വസാലിസു ലിൽദൈഫി വറാബിഉ ലിശ്ശൈത്താനി. ഇമാം മുസ്ലിമിന്റെ ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വീട്ടിൽ ഫിറാഷ് എന്ന് പറയാൻ നമുക്ക് വിരിപ്പ്, കിടക്ക എന്നൊക്കെ അർത്ഥം പറയാം. ശയ്യോപകരണമാണ്. അപ്പൊ നിനക്ക് ഒരു ഫിറാഷ്, നിന്റെ ഭാര്യക്കൊന്ന്. മൂന്നാമത്തത് അതിഥിക്ക്, അതിഥികൾ വരുമ്പോ വേണല്ലോ. നാലാമത്തത് ഷെയ്ത്താൻ എന്നാണ്. ഇപ്പൊ നമ്മളെ വീട്ടിൽ നോക്കിയാൽ ഷെയ്ത്താന്മാരുടെ റൂമായിരിക്കും അധികം ഉണ്ടാകുക. എന്നാല് നമ്മൾ നമ്മുടെ ഭാര്യ ഒരു റൂമിലായിരിക്കും, മക്കൾക്ക് വേണേൽ വേറെ റൂം ഉണ്ടാവും, അതിഥിക്ക് ഒരെണ്ണം വേണമെന്ന് വെക്കുക, ബാക്കിയോ ഷെയ്ത്താന്മാർക്ക്. ആ ഷെയ്ത്താന്മാർക്ക് റൂമുണ്ടാക്കുന്ന പണി പാടില്ല എന്നതാണ്. ഇത് ഈ ഫിറാഷ്, വിരിപ്പ്, പുതപ്പ് മാത്രമല്ല, പാത്രങ്ങള്, ഉപകരണങ്ങള്, ഫർണിച്ചറുകള്, എന്തെല്ലാം സംഗതികളുണ്ട് എന്നറിയോ? നമ്മൾ ഉപയോഗിക്കാനോ, നമ്മുടെ ഭാര്യക്ക് ഉപയോഗിക്കാനോ, നമ്മുടെ മക്കൾക്ക് ഉപയോഗിക്കാനോ, നമ്മുടെ വീട്ടിൽ എപ്പോഴെങ്കിലും വരുന്ന അതിഥികൾക്ക് ഉപയോഗിക്കാനോ അല്ലാത്തതായുള്ളത് ഷെയ്ത്താന്മാർക്കുള്ളതാണ്, യാതൊരു സംശയവുമില്ല. ഇതൊക്കെ എല്ലാവർക്കും ഒരുപോലെ ആവില്ല കേട്ടോ. ഇപ്പോൾ ഒരാള് അയാളുടെ മാതിരി ആവില്ല വേറൊരാള്, ഒരാൾക്ക് വരുന്ന അതിഥികളുടെ എണ്ണമാവില്ല വേറൊരാൾക്ക്. അതൊക്കെ അംഗീകരിക്കുന്നു, അതൊക്കെ ഇസ്ലാം അംഗീകരിക്കുക. അതിഥി സൽക്കാരമൊക്കെ ഇസ്ലാമിൽ വലിയ പുണ്യമായ കാര്യവും കൂടിയാണ്. പക്ഷേ അനാവശ്യം, ദുർവ്യയം, അതുപോലെ തന്നെ ആഡംബരം, ഇതൊക്കെ ഉണ്ടായിത്തീരുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സാഹചര്യത്തിലെങ്കിലും നമ്മൾ ഒരു അച്ചടക്കം പാലിക്കണം പണം ചെലവഴിക്കുന്നതിന്. എന്നാൽ ഉള്ള പണം മതിയാവും, കുറച്ചൊക്കെ കഷ്ടപ്പാടുണ്ടാവും. പകുതിയാക്കി കുറക്കാൻ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് കഴിയും. അത് നമ്മൾ മാത്രം മനസ്സ് വെച്ചാൽ പോരാ, നമ്മൾ വീട്ടിൽ നമ്മുടെ സ്ത്രീകളോട് പറയണം, നമ്മളെ മക്കളോട് പറയണം. ഇപ്പോൾ വാപ്പാൻ്റെ അടുത്ത് പൈസ ഇല്ലെങ്കിലും മോൻ പറയാം എനിക്കൊരു ബൈക്ക് വേണമെന്നായിരിക്കും, അല്ലേ? വാപ്പാക്ക് അത്ര വരുമാനം ഇല്ലെങ്കിലും മോൻ പറയാ വലിയ വരുമാനമുള്ള ആളുടെ മക്കളുടെ മാതിരി ഡ്രസ്സും ഷൂ ഒക്കെ വേണമെന്നായിരിക്കും. അപ്പം മക്കളെയും നമ്മൾ പറഞ്ഞു കൊടുക്കുക, നമുക്ക് വരുമാനം കുറവാണ്, പ്രയാസങ്ങളാണ്, അതുകൊണ്ട് നമ്മളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്ന് പഠിപ്പിക്കണം. ഈ പറയുന്നത് ഞാൻ ലോകവർത്തമാനം പറയല്ല, ഇസ്ലാമിൻ്റെ കാര്യം, ഖുർആനിൽ വന്ന നിർദ്ദേശം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളാണ് പറഞ്ഞത്. നാം സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദൂരീകരിച്ച് തെരുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക്, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട ആളുകൾക്ക് അവരുടെ ദുആകളും അവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും വളരെ പെട്ടെന്ന് നീക്കിത്തരണമേ. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, പീഡനങ്ങൾ, അക്രമങ്ങൾ, അതെല്ലാം തരണം ചെയ്യാനുള്ള ഈമാനും കരുത്തും നൽകി ഈ സമൂഹത്തെ സഹായിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.